എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പി കണ്ടാലോ. കുക്കറിലാട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ചിക്കൻ ഹനീത്താണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്. കുക്കറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്തതാണ്. അപ്പോൾ അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസും സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനൊക്കെ കിട്ടിയിട്ട് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കാണാൻ നമുക്ക് ബസ്മതി റൈസ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാൻ 3 കപ്പ് അരിയാട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ ഗോൾഡൻ കളറിലുള്ള ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു സമയം നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ പച്ചമല്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ വീതം ചെറിയ ജീരകവും ഏലക്കായും ഗ്രാമ്പൂവും ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഈ പച്ചമല്ലി നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പാനിൽ നിന്ന് മാറ്റുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയ സമയത്ത് അതൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് കുക്കറിൽ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്ത ശേഷമാണ് കേട്ടോ ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 മാഗി ക്യൂബ് ഇതുപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്തായാലും മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കാനുള്ള കാരണം ഈ ഒരു ചിക്കൻ്റെ സ്റ്റോക്കിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ റൈസിന് നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ്, നമ്മൾ മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ട്, അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് മാത്രം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അത് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒറ്റ വിസിൽ മതി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പം കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിലുള്ള ചിക്കൻ പീസസ് നമുക്ക് മാറ്റി വെക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു വെള്ളവും നമുക്ക് ഈ ഒരു കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ ഒരു സെയിം കുക്കറിൽ തന്നെയാണ് കേട്ടോ ഞാൻ റൈസും വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു കുക്കർ വീണ്ടും ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നെയ്യ് ഓപ്ഷണലാണ്. നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിലേക്ക് ഒരു 3-4 ഏലക്കായ, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഗ്രാമ്പൂവും അതേപോലെ ഒരു 3-4 ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 സവാള ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ആ ഒരു റൈസിൽ സവാളയൊന്നും ഇങ്ങനെ കിടക്കുന്നത് കാണരുത്, അങ്ങനെ അലിഞ്ഞു പോകണം കേട്ടോ. ആ രീതിയിലാണ് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ ഒരു വലിയൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടയുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ അത് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും സ്പൈസസും ഒക്കെ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് എത്രയുണ്ടെന്ന് അളന്നിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. 1 കപ്പ് അരിയിലേക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം 3 കപ്പിൻ്റെ അടുത്ത് നമ്മുടെ ഒരു ചിക്കൻ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി 1.5 കപ്പ് നോർമൽ വാട്ടറും കൂടെയാണ് കേട്ടോ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ടോട്ടൽ 3 കപ്പിലേക്ക് 4.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ സ്റ്റോക്കിൽ ആദ്യം ഉപ്പുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് സോക്ക് ചെയ്ത് വെള്ളം ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ രീതിയിലേക്ക് 1/2 മണിക്കൂർ സോക്ക് ചെയ്താൽ മതി കേട്ടോ. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വരുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു സമയം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാനിലേക്ക് ചെറിയ തീയിലിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് എരിവിനൊന്നും നമ്മളൊന്നും അങ്ങനെ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ കുരുമുളകിൻ്റെ ആ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓയിലിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും എല്ലാം ഇതുപോലെ നിരത്തി കൊടുക്കുക. ഒരു ഷാലോ ഫ്രൈ രീതിയിൽ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഈ ഒരു ചിക്കൻ ഒരു പുഴുങ്ങിയ ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ആകുമ്പോൾ നല്ല ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം ഈ രീതിയിൽ 2 സൈഡും ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പെട്ടെന്ന് കുറേ സമയം വെക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് 2 ഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മാത്രം മതി.
അപ്പോൾ അതെല്ലാം ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ആ റൈസിലേക്ക് ഉള്ളതുകൊണ്ട് അത് ഒരുമിച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ സ്റ്റോക്കൊക്കെ ചേർത്തുകൊണ്ട്. അപ്പോൾ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലി, വളരെ കുറച്ച് മതി കേട്ടോ, കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് അതിൻ്റെ ആവി പോയതിന് ശേഷം വേണ്ട സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒട്ടി പിടിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും. കുക്കറിലാണല്ലോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. സംഭവം ഒരു രക്ഷയില്ല, കാണാൻ അത്ര ഭംഗിയില്ല എന്നുള്ളൂ കേട്ടോ. ഈ റൈസിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇവിടെ ഇക്കാക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് മയണൈസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു ടൊമാറ്റോ ചട്നിയും എന്തെങ്കിലുമൊക്കെ അച്ചാറൊക്കെ മതി കേട്ടോ. ഇടയ്ക്കൊക്കെ മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് മടുത്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്